പറഞ്ഞ് എപ്പോഴും നല്ല കഴിക്കണം, എന്നാല് സുകുട്ടിയെ പല്ല് പൊളിഞ്ഞു വരുവാണ്. അപ്പം കേസ് നിങ്ങൾ കേട്ടല്ലോ, ഇസ് പറഞ്ഞ കാര്യം. ഇസിൻ്റെ ഫ്രണ്ടിലത്തെ പല്ല് വിജയകരമായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ആ സ്റ്റോറി ഞാൻ പറയാമേ. ഇത് നമ്മുടെ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ ഓട്ടത്തിന് പോയി അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടൊരു വൈബടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ഈ സംഭവം ഗ്യാസ് തലേന്ന് തന്നെ തീർന്നു പോയായിരുന്നു. അന്ന് സ്റ്റോക്ക് തീർന്നു, പിറ്റേന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കിട്ടില്ല. അതാ കണ്ടാവോ വിജയകരമായി പണി പൂർത്തീകരിച്ചിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇസ് വന്ന് കുറേ നേരം നോക്കിക്കൊണ്ടൊക്കെ ഇന്ന് ഞാൻ അങ്ങനെ പല്ലിൻ്റെ ഒന്ന് കാണിയിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ് കേട്ടോ. ഇന്നലെ അടുത്ത വീട്ടിലെ കൊച്ച് പേരയ്ക്ക കൊടുത്തായിരുന്നു. അത് അവൾ കഴിച്ച് പല്ല് ഒടിഞ്ഞെങ്കിൽ കയ്യിൽ വന്നു. ഞാൻ കണ്ടില്ല, പക്ഷേ അവൾ പല്ല് അത് കുരുവാണെന്നും പറഞ്ഞെടുത്ത് കളഞ്ഞു. അങ്ങനെയാണ് ഇസിൻ്റെ ഫ്രണ്ടിലത്തെ പല്ല് ഒടിഞ്ഞു പോയത് കേട്ടോ. അതിൽ ഭയങ്കര സങ്കടമായിരുന്നേ. പിന്നെ ഇന്ന് ഗ്യാസ് തീർന്നത് കൊണ്ട് എനിക്ക് വലിയ പണിയൊന്നുമില്ല. അതാ ഈ ഒരു സാധനം ഇക്കാടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ നമ്മൾ പോയി എടുത്തുകൊണ്ട് വന്നേ. കാരണം ഇതില്ലാതെ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും ഇട്ട് കുടിക്കാനുള്ള ഇതില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇഞ്ചക്ഷൻ കുക്കറൊക്കെ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഒരുവിധം പിടിച്ചത് കേട്ടോ. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു. ക്രിസ്മസിന് എനിക്ക് ഫുൾ റെസ്റ്റ് ആയിരുന്നു കേസ്. അങ്ങനെ ഇതാ പോയിട്ട് ഉച്ച ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്കുള്ള ഫുഡുമായിട്ട് വന്നിട്ടുണ്ട്. യസുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഇത് കിട്ടിയതല്ല, അവളെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം അവളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതും കൊണ്ട് ഓടുന്നതാണ് കേട്ടോ. അല്ലറ ചില്ലറ പണികൾ മാത്രമേ എനിക്ക് ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിലാണ്.